ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുവാൻ നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സർവ്വജനവും ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ നക്ഷത്രങ്ങൾ വീടിന് മുകളിലും വശങ്ങളിലുമായും അവർ തൂക്കിയിട്ട് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. കേക്കുകൾ ഒക്കെ വാങ്ങി അവർ അത് ഭക്ഷിച്ചും തോരണങ്ങളൊക്കെ വെച്ച് കെട്ടിയും അതുപോലെ തന്നെ മറ്റ് പല ദൈവാലയങ്ങളിലൊക്കെയും കരോൾ ഗാനങ്ങൾ സർവീസുകൾ നടത്തി ക്രിസ്തുദേവൻ്റെ ജനനത്തെ വളരെ ആഘോഷഭരിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് ലോകത്തിൽ എവിടെല്ലാം മനുഷ്യർ താമസിക്കുന്നു, എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ സന്ദേശം ഈ ദിവസം മുഴങ്ങുകയാണ്. എല്ലാവരും വളരെ ആഹ്ലാദവുമായി ബന്ധപ്പെട്ടാണ് ഈ ദിവസം ചെലവഴിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ എൻ്റെ ചെറിയ സമയങ്ങളിൽ പഠിച്ചൊരു പാഠഭാഗത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഇംഗ്ലീഷ് ആർമിയും ഫ്രഞ്ച് ആർമിയും അവരുടെ ബോർഡർ ലൈനുകളിൽ പരസ്പരം തോക്കുകൾ ചൂണ്ടി ഒരു വർഷക്കാലം പരസ്പരം യുദ്ധ ഭീഷണിയുമായി ബന്ധപ്പെട്ട് അവർ നിൽക്കുമ്പോൾ ക്രിസ്തുമസ് ദിനത്തിൽ മാത്രമായി അവരുടെ തോക്കുകൾ താഴെ വെച്ച് പരസ്പരം ആശ്ലേഷണം ചെയ്ത് വിരുന്നുകൾ സംഘടിപ്പിച്ച് വളരെ ആഹ്ലാദത്തോടുകൂടെ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നാൽ ഈ ക്രിസ്തുമസ് ദിനം കഴിയുമ്പോൾ വീണ്ടും അവർ പരസ്പരം തോക്കുകൾ ചൂണ്ടി വീണ്ടും യുദ്ധത്തിലേക്ക് അവർ പോകുന്ന ഒരു അനുഭവം. ആ ഒരു ദിവസം മാത്രം അവർ അല്പം സന്തോഷം അനുഭവിക്കുന്നു. ബാക്കിയുള്ള വർഷം മുഴുവനും വീണ്ടും യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനമില്ലായ്മയിലേക്ക് പോവുകയാണ്. ഇന്ന് ലോകമെമ്പാടും മനുഷ്യർ മുഴുവനും ഈ ഒരു പ്രയാസത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അല്പ ദിവസം മാത്രം നമ്മൾ ആഘോഷിക്കും, പിന്നെ നമ്മുടെ ആഘോഷം ദുഃഖപൂർണ്ണത്തിലേക്കും പ്രയാസത്തിലേക്കുമാണ് പോകുന്നത്. ഈ മനോഹരമായ പ്രപഞ്ചത്തിലേക്ക് യഥാർത്ഥത്തിൽ ദൈവം നൽകിയ വലിയ സമ്മാനമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മനുഷ്യർക്ക് വെച്ച് കൊടുക്കാൻ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് യേശുദേവൻ. പക്ഷെ യേശുദേവന്റെ ഈ സമ്മാനം പലരും വാങ്ങിച്ചിട്ട് അത് അതിന്റെ ആ പാക്കറ്റ് പോലും ഒന്ന് പൊട്ടിക്കുവാൻ കഴിയാതെ അവര് മനോഹരമായ പുൽക്കൂട്ടുകളിലും മറ്റും മാത്രം വെച്ചിട്ട് അത് അടുത്ത വർഷത്തിലേക്ക് നീക്കി വെക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ അവർ സൂക്ഷിച്ചു വെച്ചതായുള്ള ഈ ചെറിയ രൂപങ്ങളും ഈ ചെറിയ സമ്മാന കിറ്റുകളും അവർ പരസ്പരം അഴിക്കുക പോലും ചെയ്യാതെ അവർ സൂക്ഷിച്ചു വെക്കുകയാണ്. യേശുദേവൻ എന്ന ഈ ക്രിസ്തുമസ് സമ്മാനം നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നാളുകൾ എത്രയായി. ഇന്ന് നാം ആഘോഷത്തിനോ മറ്റു ഉത്സവങ്ങൾക്കോ ഒന്നും യാതൊരു കുറവുമില്ല. പക്ഷെങ്കിൽ ആ സമ്മാനം അഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ ഈ സമ്മാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. എന്നാൽ പലരും ആ സമ്മാനപ്പൊതി അഴിക്കാത്തത് കൊണ്ട് ഇന്നും ആ സമ്മാനത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് സമ്മാനമായി നമുക്ക് നൽകിയത്? അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കാലത്തിനപ്പുറം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ച് അവർക്കൊരു കൽപ്പന കൊടുത്തു. തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ കഴിക്കരുത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്തെങ്കിലും ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നമുക്കെല്ലാം താല്പര്യമാണ്. എന്നാൽ ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്നാൽ ആ ഏദത്തോട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നിങ്ങൾ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്നുള്ളത്. എന്നാൽ ആദം ഹവ്വ ദമ്പതിമാർ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അവർ പാപത്തിന് അല്ലെങ്കിൽ തെറ്റിന് അടിമകളായി തീരുകയാണ്. ആ തോട്ടത്തിൽ മൂന്നാമതൊരു വ്യക്തി കടന്നു വരികയാണ്. പാമ്പ് എന്ന് പറയുന്ന ഒരു സാത്താൻ വേഷം എടുത്ത് ആ തോട്ടത്തിലേക്ക് വന്ന് ഇവരുടെ മനസ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ വൃക്ഷത്തിന്റെ ഫലം അവർ കഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സൂക്ഷം ഈ ആദി മാതാപിതാക്കന്മാർ അത് ഭക്ഷിക്കുകയും അവർ ശിക്ഷ യോഗ്യരാക്കി തീരുകയും ചെയ്യുന്നു. യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും ശപിക്കുകയാണ്. ഈ ആദമിനെയും ഹവ്വയെയും അവസാനമായിട്ട് ശപിക്കുന്നത് ഈ പാമ്പിനെ നോക്കിയാണ്. പാമ്പിനോട് ഇങ്ങനെ പറഞ്ഞു, നീ ഈ
തെറ്റ് ചെയ്തതുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെ നീ ഉരസ് കൊണ്ട് ഗമിക്കും, നീ നിലത്തെ പൊടി തിന്നും. അടുത്ത വാക്യമാണ്, അടുത്ത ഒരു പ്രസ്താവനയാണ് പ്രധാനം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള ഒരു വാക്തത്വം ആ ഏദൻ തോട്ടത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. വർഷങ്ങൾ ഒക്കെ കഴിഞ്ഞുപോയി. എന്നാൽ 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമുഖത്ത് ജനിക്കപ്പെട്ട, ക്രിസ്തുമസ് ദിനത്ത് ജനിക്കപ്പെട്ട ഒരു ദേവനാണ്, ഈ കർത്താവാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പലപ്പോഴും അതുവരെയും നമ്മുടെ ഈ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് സമ്മാന പൊതിയുമായി അങ്ങനെ ബേത്ലഹേമിൽ വന്നപ്പോൾ അവിടെ മറിയയ്ക്കും യോസഫിനും ആ ഒരു ഉണ്ണി ഈശോയെ ലഭിക്കുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ഒന്നും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. പ്രിയമുള്ളവരെ, നാമെല്ലാം പുരുഷ സന്തതികളാണ്. എന്നാൽ നോക്കിക്കേ, മറിയെ സംബന്ധിച്ച് മറിയുടെ മുമ്പിൽ ഒരു ദൂതൻ വന്ന് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ മറിയ ചോദിക്കും, ഞാൻ എങ്ങനെ ഇത് മനസ്സിലായി, എങ്ങനെ അറിയും? ഒരു പുരുഷനെ അറിയാൻ സംഭവിക്കുകയില്ലല്ലോ. അപ്പോൾ പറയുന്ന അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്നൊരു വാക്തത്വം ദൂതൻ പറയുകയാണ്. ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും പുരുഷ സന്തതിയായി മാറിയപ്പോൾ യേശു കർത്താവ് മാത്രമാണ് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമുഖത്തേക്ക് ജനിക്കപ്പെട്ടത്. നമുക്കറിയാം എന്തിനാ ജനിക്കപ്പെട്ടത് എന്നുള്ളത്. കാലത്തിന് മുമ്പ് മനുഷ്യനെ തെറ്റുകൾ ചെയ്ത് മനുഷ്യനെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ പ്രേരിപ്പിച്ച ഈ പാമ്പിനെ, ഈ സർപ്പത്തിന്റെ ഉപായത്തിന്റെ തല തകർക്കുവാൻ പര്യാപ്തമായ ഒരു അവതാരമാണ് യേശു ക്രിസ്തു. നോക്കുക പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനേക സമുന്നത നേതാക്കന്മാരുണ്ട്, അനേക തത്വചിന്തകന്മാരുണ്ട്, പല സാഹിത്യങ്ങളും ശാസ്ത്ര സംവിധാനമൊക്കെ ഉപയോഗിക്കുന്ന അനേകരുണ്ട്. എന്നാൽ സർപ്പത്തിന്റെ തലയെ തകർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും തെറ്റിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും പാപത്തിലേക്ക് തള്ളിവിടുന്നതായ ഈ സാത്താനെ തോൽപ്പിക്കുവാൻ, തകർക്കുവാൻ കഴിയുന്ന ഒരു പര്യാപ്തമായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉരുവാകുകയാണ്. അങ്ങനെ ദൂതന്മാർ മേച്ചിൽ പുറത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം നിങ്ങൾക്ക് നൽകുകയാണ്. നോക്കുക, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. ചെറിയ സന്തോഷമല്ല, വലിയ സന്തോഷമാണ്. എന്തുകൊണ്ടാണ് വലിയ സന്തോഷമാകുന്നത്? നമ്മളെ ഓരോരുത്തരെ തെറ്റിക്കുന്ന സാത്താന്റെ തലയെ തകർക്കുവാൻ പര്യാപ്തമായൊരു അവതാരമായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയുള്ള ആട്ടിടയന്മാർക്ക് അത് വെളിപ്പെട്ട് വന്നപ്പോൾ അവർ ശിശുവിനെ പോയി കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനേക നേതാക്കന്മാരുണ്ട്, ഈ ലോകത്തിൽ അനേക വലിയ വലിയ സമുന്നത നേതാക്കന്മാരുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ഒരു ജനനമാണ് യേശു കുഞ്ഞിന് ലഭിച്ചത്. പ്രസവിച്ചിട്ട് വീട്ടിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നതുകൊണ്ട് കാലിത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന ഒരു അനുഭവം. നമ്മളിൽ ആർക്കിത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ലോകത്തിൽ എത്ര ഭവനമില്ലെങ്കിലും ആ സമയത്തെങ്കിലും ഒരു ഭവനവും ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു കർത്താവിന് ആ കുഞ്ഞിനെ കിടത്തുവാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ പശുവിന്റെ തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഏറ്റവും നികൃഷ്ടമായ നിലയിൽ, ഏറ്റവും അധികം തരം താണ അവസ്ഥയിൽ, ഏറ്റവും അധികം ശൂന്യമായ അവസ്ഥയിൽ ജനിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഇവിടെ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. തന്റെ 3.5 വർഷക്കാലത്തെ സുവിശേഷമാണ് ഇന്ന് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. ഇന്ന് ലോകത്തിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെട്ടതും, നിമിഷ നേരം കൊണ്ട് ഈ ഭൂഗോളത്തെ മുഴുവൻ സ്നേഹത്തിന്റെ വലിയ ചുറ്റുവാൻ കഴിയുന്ന പര്യാപ്തമായുള്ള സ്നേഹത്തിന്റെ നാഥനാണ് യേശുക്രിസ്തു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പ്രമാണങ്ങൾ ഘോഷിക്കുമ്പോൾ യേശു അപ്രമാണത്തെ മാറ്റിവെച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശുക്രിസ്തു. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ സമയത്ത് താൻ ദക്ഷിണാഫ്രിക്കയിൽ തന്റെ പഠനവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ തനിക്ക് കയ്യിൽ വെച്ചൊരു ചീമുട്ടയേറി ഉണ്ടായി.
ആ സമയത്ത് മഹാത്മാഗാന്ധി ഒന്നും മിണ്ടിയില്ല. അത് പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിക്കുകയാണ്. പിൽക്കാലത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ് എന്നെ അന്ന് പ്രകോപിപ്പിക്കാതിരുന്നത്. ഇന്ന് ലോകത്തിലെ അനേക ചിന്തകന്മാരുണ്ട്. നമുക്കറിയാം, ഗ്രീക്ക് തത്വചിന്തകന്മാരുണ്ട്. പ്ലേറ്റോ ആണെങ്കിലും അരിസ്റ്റോട്ടിൽ ആണെങ്കിലും ഹിപ്പോക്രാറ്റസ് ആണെങ്കിലും ഹെറോഡോട്ടസ് ആണെങ്കിലും അതിൽ ഒരുപാട് സമൃദ്ധ ആൾക്കാരുണ്ട്. എന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടത് ഈ ലോകത്തിൽ യേശുക്രിസ്തു മാത്രമാണ്. ഇവിടെ പകയും വൈരാഗ്യവും ദേഷ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കി യുദ്ധക്കളമാക്കി മാറ്റുവാൻ ഈ ലോകത്തിലെ അനേക സംവിധാനങ്ങളുണ്ട്. ഇന്ന് വരെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് ഈ ഭൂമിയെ ചുറ്റിപ്പിടിച്ചത് യേശുക്രിസ്തുവാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കി തീർക്കുവാൻ, ഒരു പ്രതിസന്ധിയെ മാറ്റിയെടുപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും എന്നുള്ളതാണ്. തന്റെ 3.5 വർഷക്കാലത്തെ സുവിശേഷ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും സുവിശേഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ സുവിശേഷത്തെ മറികടക്കുവാൻ ഇന്ന് ഒരു സംവിധാനങ്ങളുമില്ല. അത്രയ്ക്കും വലിയ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, സമാധാനപ്പെടുത്തുന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഉണ്ടായിരുന്നത്. 3.5 കൊല്ലം താൻ നടന്നുപോയ ഓരോ മാർഗങ്ങളിലും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ അനുഭവം. ആ വീട്ടിൽ, കല്യാണ വീട്ടിൽ ഒരു വലിയ പ്രയാസമുണ്ടായപ്പോൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഒരു വീഞ്ഞ് ഉണ്ടാകാൻ കഴിയുകയില്ല. മാസങ്ങൾ കൊണ്ടൊക്കെ ഒരു വീഞ്ഞ് ഉണ്ടാകാൻ കഴിയുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൈകളിലേക്ക് ലഭിച്ച വെള്ളം വീഞ്ഞായി മാറുകയാണ്. ഇന്ന് വരെ ആരും ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സുവിശേഷ പ്രവർത്തനം യേശു ആരംഭിക്കുക ഗലീല നാട്ടിലും നസ്രത്തിലുമൊക്കെ. എല്ലാവരും അന്വേഷിച്ചു, ഇവൻ ആരാണ്? തീർന്നില്ല. ഉടൻ തന്നെ ഒരു വിധവയുടെ മകൻ മരിച്ച് കൊണ്ടുപോകുന്ന ഒരു അനുഭവം. യേശു എതിരെ വരികയാണ്. വിവരങ്ങൾ ചോദിച്ചു. യേശു മഞ്ചലിനെ തൊട്ടു. ആ മകൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്, എഴുന്നേറ്റു. വലിയ വിപ്ലവമായി. എന്ത് സംഭവിക്കുന്നു? ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത ഒരു വലിയ ഒരു അത്ഭുതം നടക്കുകയാണ്. അതുപോലെ തന്നെ ലാസർ മരിച്ച് അഴുകിപ്പോയ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ എല്ലാവരും കാണുകെ യേശു മരണത്തിന്മേൽ അധികാരമുണ്ട് എന്ന് തെളിയിക്കത്തക്ക നിലയിൽ ലാസറിനെ പുറത്തു വരിക എന്ന് ആവശ്യപ്പെട്ട് പുറത്തു കൊണ്ടുവന്ന് ജീവനോട് കണ്ടപ്പോൾ ലോക ജനത മുഴുവനും നടുങ്ങിച്ചു പോയി. ഇതേവരെ ഒരു പ്രവൃത്തി ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അതെ, ഈ 3.5 വർഷക്കാലം യേശു ചെയ്ത പ്രവൃത്തി വലിയ വിശാലമായ പ്രവൃത്തിയാണ്. കടലിന്റെ മീതെ നടന്നവൻ, 5 അപ്പവും 2 മീനും കൂടെ 5000-ൽ പരം പുരുഷന്മാരെ പോഷിപ്പിച്ചവൻ, ഈ ലോകത്തെ കിരീട വിറപ്പിക്കുന്ന അനേകം ഉണ്ടായിരിക്കെ അതിന്റെ മധ്യത്തിലൂടെ യേശുവിന്റെ അത്ഭുതം ഇന്നും അത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ആ യഹൂദ മലനാട്ടിലെ ഒരു പള്ളിപ്രമാണി യേശുവിനടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്കൊക്കെ ജീവനുണ്ട്, എന്നാൽ നിത്യമായ ജീവൻ പ്രാപിപ്പാൻ എന്ത് വേണമെന്ന് ഈ പള്ളിപ്രമാണി യേശുവിനോട് ചോദിക്കുകയാണ്. പള്ളിപ്രമാണിക്ക് യേശുവിനേക്കാൾ പ്രായമുണ്ട്. അദ്ദേഹം യഹൂദന്മാരുടെ മുഴുവൻ എല്ലാ ന്യായപ്രമാണം പഠിച്ച വ്യക്തിയാണ്. പള്ളിപ്രമാണിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, നിത്യജീവൻ. അദ്ദേഹത്തിന് മനസ്സിലായി, യേശുവിന്റെ പക്കലെത്തിയ നിത്യജീവനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. രാത്രിയാണ് എത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാൽ ജനിക്കാത്തവൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇതുവരെ യഹൂദ പ്രമാണിയായ ഈ നിക്കോദിമസ് ഒരിക്കൽ പോലും കേട്ടിട്ടില്ല വെള്ളം എന്താണ്, ആത്മാവ് എന്താണെന്ന്. തനിക്ക് പഠിച്ചതായ അറിവുകൾ വെച്ചുകൊണ്ട് ന്യായപ്രമാണം അദ്ദേഹം ഉദ്ഘോഷിക്കുന്നുണ്ട്, പള്ളികളിൽ ഭംഗിയായ വചനം സംസാരിക്കുന്നുണ്ട്. എന്നാൽ നിത്യജീവനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്താലും ആത്മാവിനാൽ ജനിക്കണമെന്നുള്ളൊരു പുതു നവീനമായ ഒരു ഉപദേശം കേട്ടപ്പോൾ അദ്ദേഹം ചോദിക്കുക, ഒരു ബാലിശമായ മറുപടി പറയും, ഞാൻ ഇനിയും അമ്മയുടെ ഉദരത്തിൽ കടക്കണമോ? സാധ്യമാകുമോ? യേശുവിന്റെ മറുപടി വളരെ വ്യക്തമാണ്. ഞാൻ നിന്നോട് പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയുമില്ല, കടക്കുകയുമില്ല. അന്ന് മുതലാണ് സ്വർഗരാജ്യത്തിന്റെ തീവ്രമായ അനുഭവം ലോക ജനത മനസ്സിലാക്കുന്നത്. അതുവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും നമുക്കൊരു നിത്യജീവൻ ഉണ്ടെന്നും മനുഷ്യൻ വെറുതെ ഇവിടെ ജീവിക്കുകയില്ലെന്നും അവനൊരു പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടെന്നും ഈ ലോകത്തിൽ ശേഷം മറുലോകത്തിനൊരു ജീവിതമുണ്ടെന്നും വളരെ വ്യക്തമായി വരച്ചു കാണിക്കപ്പെട്ട ഒരു ഗുരുനാഥനാണ് യേശുക്രിസ്തു. ഇന്ന് വരെ ലോകത്തിൽ ആർക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാട് യേശു പറയുകയാണ്. യേശു പറയുന്നതാണ്, വചനത്താലും പരിശുദ്ധാത്മാവിനാലും
നാം ജനിക്കണമെന്ന. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കണം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ജനനം പോലെയല്ല, അത് ഒരു വീണ്ടും ജനനം. അത് യേശുവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് യേശു നമ്മോട് പറയുന്ന സവിശേഷമായ ഉപദേശം. ഈ ക്രിസ്തുമസ് ദിനത്തിൽ വെറും ആഘോഷങ്ങൾ കൊണ്ട് മാത്രം നാം ഇതിനെ തടയരുത്. ഒരു നക്ഷത്രം തൂക്കിയിട്ടോ കേക്കുകൾ മുറിച്ച് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഈ ആഘോഷം നമ്മൾ അവസാനിപ്പിക്കരുത്. അടുത്തൊരു കൊല്ലം നമുക്ക് ജീവിക്കുവാനുള്ള ആത്മബലവും ആത്മശക്തിയും ആരാണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ച ഈ സമ്മാനപ്പൊതിയാകുന്ന യേശു ക്രിസ്തുവിന്റെ ഈ സമ്മാനപ്പൊതി ഒന്ന് അടിച്ചു നോക്കണം. അടിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും യേശു ക്രിസ്തു ആരാണെന്ന്. യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാ ഉപദേശങ്ങളും ലോകം കൊണ്ട് തീരുമ്പോൾ, എല്ലാ ഉപദേശങ്ങളും ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് സ്റ്റോപ്പ് ആകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉപദേശം മാത്രം നിലകൊള്ളുകയാണ്. അത് നിത്യ സമാധാനം, നിത്യ സന്തോഷം, നിത്യജീവൻ, അങ്ങനെയുള്ള നിത്യമായ കാര്യങ്ങളാണ് യേശു ക്രിസ്തു കൂടുതലായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ ഒരു യേശു ക്രിസ്തു ഇന്ന് ജനിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പം ദൂരെയാണ് ജനിച്ചെങ്കിലും യേശു ക്രിസ്തു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഉള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഇന്നേ വരെ ലോകത്തിൽ ഒരു നേതാവിനും പറയാൻ സാധിക്കത്തില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഇത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പോട്ടെ, ഒരു വാർഡ് മെമ്പർക്ക് പറയാൻ സാധിക്കുമോ? എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാം, നിങ്ങൾക്ക് വീട് തരാം, കിണ തരാം എന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യരാണ്, നമുക്കൊരു പരിമിതികളുണ്ട്. എന്നാൽ യേശു ക്രിസ്തു സർവ്വജനത്തെ നോക്കി പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അതെ, ഇന്ന് ഈ സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയാണ്. കേവലം ഒരു ആഘോഷത്തിനപ്പുറമായി യേശു ക്രിസ്തുവിനെ ഹൃദയംഗമായി സ്വീകരിപ്പാൻ ഞാനും നിങ്ങളും തയ്യാറെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തുമസ് നമ്മളിലേക്ക് വെളിപ്പെടുകയുള്ളൂ. വെറും ഒരു പുൽക്കൂട്ടിൽ നമ്മൾ കുറച്ച് പുല്ലുണ്ടാക്കി അതിൽ കുറച്ച് രൂപങ്ങൾ വെച്ചുകൊണ്ട് മാത്രമായാൽ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ ഹൃദയത്തിന് പുറത്തായി മാറുകയാണ്. യഥാർത്ഥമായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടതെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിൽ മറന്നു പോകരുത്. ആഘോഷങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആഘോഷമെല്ലാം നമുക്ക് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് ഇത്രത്തോളം ഒരു സാഹചര്യം നമുക്ക് ഒരു ചെറിയൊരു കുറവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ആഘോഷങ്ങൾ കൊണ്ട് മാത്രം നാം നിർത്തരുത്. ഈ ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അടമുടി മാറ്റുവാൻ, മൊത്തത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അത് വെറും ഒരു സാഹോദര്യത്തിന്റെയോ ഒരു സ്വാതന്ത്ര്യത്തിന്റെയോ ഒരു മതേതരത്തിന്റെയോ പ്രസംഗം മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും മഹത്വകരമായ ഒരു ജീവൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ സന്ദേശമാണ് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ കൂടുന്ന ശിഷ്യന്മാർക്ക് അവർ ചോദിച്ചു, ഗുരു, നിന്റെ രാജ്യം എപ്പോൾ വരും? അവർ വിചാരിച്ചു പീലാത്തോസിനെ ഹെറോദിനെയൊക്കെ മാറ്റിയിട്ട് യേശുക്രിസ്തു ആ നാട്ടിൽ ഭരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം അത് പ്രത്യേകമായ രാജ്യമാണ്, അത് സ്വർഗരാജ്യമാണ്. ഈ കാണുന്ന ഭൂമിയിൽ യേശു രാജ്യം സ്ഥാപിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീർക്കത്തില്ല എന്നുള്ള